തുടക്കത്തിലെ ഡിസ്ക്ലൈമർ ഉണ്ട്. ചില മോശം വേർഡുകൾ ഞാൻ അറിയാണ്ട് യൂസ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം പട്ടിനെ കണ്ടാൽ പട്ടീനെ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ, അല്ല അവനെ പിടിച്ചിട്ട് നല്ല മനുഷ്യനോ അല്ലെങ്കിൽ മനുഷ്യനെ വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ അപ്ഡേറ്റുകൾ പല സ്ഥലത്തും ചില ചീത്ത വാക്കുകൾ ഞാൻ അവന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ സൗണ്ട് കുറച്ച് വേണേൽ കണ്ടോളൂ. ഈ ഫാമിലി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് കണ്ടോളൂ. ആദ്യമേ പറയാണ്, ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു സൈഡിൽ ഇറാൻ്റെ മിസൈലുകൾ, ഒരു സൈഡിൽ ഹൂത്തികളുടേത്, ഒരു സൈഡിൽ ഹിസ്ബുള്ള, ഒരു സൈഡിൽ അമേരിക്കക്കാർ തന്നെ അമേരിക്കയുടെ നാട്ടിൽ തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു സൈഡിൽ ഇസ്രായേലിൻ്റെ നാട്ടുകാർ അവർക്ക് യുദ്ധത്തിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഗൾഫ് രാജ്യങ്ങളിൽ മൊത്തം കത്തി അമർന്നുകൊണ്ടിരിക്കുന്നത്, ഈ ഗാർഗ് ഐലൻഡ് പോലത്തെ ഐലൻഡിൽ തൊടാൻ പോലും പറ്റാത്ത അവസ്ഥ, ഹോർമോസ് കടലിൽ കൂടെ കപ്പലുകൾക്ക് 2000-3000 കപ്പലുകൾ കെട്ടിക്കിടക്കുന്നു, രാജ്യത്ത് ലോകത്ത് മൊത്തം സാമ്പത്തികമായിട്ടും മറ്റ് എല്ലാ രീതിയിലും ഒരു വല്ലാത്തൊരു വൃത്തികെട്ട അവസ്ഥകളിലോട്ട് പോകുന്നു. എല്ലാം വില കൂടുന്നു. ഈ പ്രശ്നങ്ങൾ മൊത്തം ഇവിടെ ഉണ്ടായിട്ടും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാണ്ട് നിൽക്കുന്ന രണ്ടുപേരേ ഉള്ളൂ, ട്രംപും നെതന്യാഹുവും. പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന തീവ്ര ചിന്താഗതിയുള്ള കുറച്ച് ആൾക്കാരും, പിന്നെ നമ്മുടെ നാട്ടിലെ സംഘികളും കൃസംഘികളും. എന്ത് വേട്ടാവളിയന്മാരാണ് ഇവരെ ചിന്തിച്ചു നോക്കികൾ. എന്ത് നടക്കുന്നത്, ലോകത്ത് എന്ത് സംഭവിക്കുന്നത്. ഇത് ഇല്ലാണ്ടായതുകൊണ്ട് ഈ ഒരു സംഭവം, ഈ യുദ്ധം ചെയ്ത് ഇവർക്ക് എന്ത് നേടുന്നു? ഒന്നുമില്ല. ഈ രാജ്യം മൊത്തം, ലോകം മൊത്തം എതിര് നിന്നിട്ടും ഇവരുടെ കുറച്ച് സ്വാർത്ഥ താല്പര്യങ്ങളും പിന്നെ നമ്മുടെ നാട്ടിലെ സംഘികളുടെയും കൃസംഘികളുടെയും വൃത്തികെട്ട ചെറ്റ വർഗീയ നയങ്ങൾ മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇപ്പം യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകൾ നമ്മൾ പറയുന്നുണ്ട്. ഞാൻ വേറെ 1-2 കാര്യങ്ങളായതുകൊണ്ട് ഇപ്പം ഇന്നലെയും ഇന്നൊന്നും പ്രോപ്പറായിട്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്ന് രാവിലെ അപ്ഡേറ്റുകളും വാർത്തകൾ നമ്മൾ എടുത്തു നോക്കുമ്പം ഈ ആളുകൾ മരിക്കുന്നതും ഈ കൂട്ടരുടെ അവസ്ഥയും കാര്യങ്ങളും അല്ലാണ്ട് ഇതിനെ സന്തോഷിക്കുന്ന ഞാൻ പറഞ്ഞ 3 കൂട്ടരാണ്, ട്രംപും നെതന്യാഹുവും സംഘികളും. ഈ 3 കൂട്ടർ ഇതിലെന്തോ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു തേങ്ങി മണ്ണാങ്കട്ടി കിട്ടുന്നില്ല. 4 മുസ്ലിങ്ങൾ ചത്തു കഴിഞ്ഞാൽ അവന്മാർക്ക് സുഖം, ചിന്ത എന്നുള്ള ആ ചിന്ത മാത്രമായിട്ട് ജീവിക്കുന്ന നായിൻ്റെ മക്കളവന്മാർ. ഏതാണെങ്കിലും ഇന്നലത്തെ ചില അപ്ഡേറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ രംഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് സൗദിയിലെ സുൽത്താൻ എയർബേസിലുള്ള അവസ്ഥകളാണ്. അമേരിക്കയുടെ വിമാനങ്ങളാണ്, ടാങ്കർ വിമാനങ്ങളാണ്, 1000 കോടിക്കണക്കിൽ വില വരുന്ന വിമാനങ്ങൾ ഇറാൻ്റെ മിസൈൽ കൊണ്ട് പതിഞ്ഞിരിക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിൻ്റെയൊക്കെ ഒരു കോലം നോക്ക് നിങ്ങൾ. ഇതാണ് അവസ്ഥ. ഇത് മാത്രമല്ല, ഇപ്പം ഇന്നത്തോടുകൂടി ഇനി കരയുദ്ധം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 3500-ഓളം എന്താ പറയുക ടോപ്പ് ഇവരവിടെ എത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ പട്ടാളക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. അവരെ കംപ്ലീറ്റ് വിന്യസിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പോരാത്തതിന് 10,000 പട്ടാളക്കാരുമായിട്ട് ട്രിപ്പോളി അവിടെ പശ്ചിമേഷ്യൻ തീരത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ അങ്ങോട്ട് ഇറക്കുക. ഇവരുടെ ഒക്കെ ജീവൻ പോവില്ലേ? എല്ലാം പോവും. ഇറാൻ ഇവന്മാരൊക്കെ തകർക്കും. 2 കാര്യമുണ്ട്. ഈ ഗാർഗ് ഐലൻഡ് എന്ന് പറഞ്ഞല്ലോ, പിടിച്ചെടുക്കാൻ ചിലപ്പം ഇവർ വന്നു കഴിഞ്ഞാൽ ഇറാൻ അവരുടെ മാക്സിമം ഫോഴ്സിലാണ് ഇതിനെ എതിർക്കാൻ പോകുന്നത്. ചത്തൊടുങ്ങും. ആർക്കോ വേണ്ടിയിട്ടുള്ള യുദ്ധത്തിന് ഈ പറഞ്ഞ അമേരിക്കൻ പട്ടാളക്കാർ ഒരു 1000 എണ്ണെങ്കിലും അവിടെ ചത്തൊടുങ്ങും. ഒരു സൈഡിൽ ഓൾറെഡി ഹൂത്തികൾ കൊന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇസ്രായേലി പട്ടാളക്കാരെ. അവർക്ക് തന്നെ പ്രതിസന്ധിയാണ്. ആൾ വരാനില്ല, ഒരുത്തനുണ്ട് അനങ്ങുന്നില്ല. ആ അവസ്ഥയിൽ ഒരു പ്രതിസന്ധി ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇറാൻ്റെ ശവപ്പെട്ടി മുന്നറിയിപ്പ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന, ഇറാൻ്റെ മണ്ണിൽ കാല് വെക്കുന്ന ഏതൊരു US സൈനികനും ശവപ്പെട്ടിയിലെ തിരിച്ചു പോകൂ എന്നാണ് ഇറാൻ്റെ പത്രങ്ങളും പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. അതായത് US-ന്റെ നാവിക വിന്യാസം നമുക്കറിയാം. മിഡിൽ ഈസ്റ്റിലേക്ക് ഏകദേശം 10,000-ലധികം സൈനികരെ കൂട്ടിയാണ് വാഷിങ്ടണിൽ എന്താ പറയുക ഇപ്പം ട്രിപ്പോളി വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. പിന്നെ മറ്റ് മേഖലയിലെ പ്രത്യേക ഒരു കരയുദ്ധം ഉണ്ടായാൽ അത് യമനിലെ ഹൂത്തികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇറാൻ്റെ മറ്റ് പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുൾ ഒരു സൈഡിൽ കൂടി ഇവരെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും ഇറാൻ ഇവർ ആക്രമിക്കാൻ പോകുന്നത്. ഈ 2 ലോക വലിയ രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കാൻ പോകുന്നത് ഈ 3 ഗ്രൂപ്പുകളായിട്ട് തന്നെ ആയിരിക്കും. ഇവന്മാരാണെങ്കിൽ ഗ്രൗണ്ട് യുദ്ധം വ്യക്തമായിട്ട് അറിയുന്നവരാണ്. അമേരിക്കക്കാരെ പോലെയല്ല മേലക്കൂടെ മിസൈലിട്ട് മറ്റേ പട്ടം പറക്കണ പരിപാടിയല്ല ഇറാൻ്റെത്. ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർക്കും എന്ന് പറഞ്ഞാൽ തീർത്തിരിക്കും. എന്നിട്ടും ഇതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ അവസ്ഥ എനിക്ക് ചിരി വരുന്നത്. ഇനി അമേരിക്കൻ ബേസിൽ ഞാൻ തുടക്കത്തിൽ കാണിച്ച യുദ്ധവിമാനങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. വിമാനത്തിൻ്റെ ഒക്കെ ഒരു അവസ്ഥ. അതായത് എയർഫോഴ്സ് E-3G സെൻട്രൽ AWACS, അതായത് എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ വിമാനമാണ് തകർത്തത്. അതായത് എയർക്രാഫ്റ്റ് മേലെ തന്നെയുള്ള അവർ എന്താ പറയുക, ഈ ഒരു എയർക്രാഫ്റ്റ് യുദ്ധ കമൻഡ് ചെയ്യും. അതായത് മൊത്തം എവിടെ എന്തൊക്കെ നടക്കുന്നുള്ള മൊത്തം ഒരു സെൻട്രൽ കമൻഡ് പോലെ ഇരുന്നിട്ട് ഇവർക്ക് വിമാനത്തിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എയർക്രാഫ്റ്റുകൾ അടക്കമാണ് തകർന്നു പോയിട്ടുള്ളത്. അതായത് വിമാനത്തിൻ്റെ ഏറ്റവും പ്രധാന പിൻഭാഗത്ത് തന്നെ മിസൈൽ പതിച്ചിട്ടുണ്ട്. ഇറാൻ്റെ മിസൈലുകൾ പതിച്ചിട്ടുള്ള അങ്ങനെയാണ്. ഇവിടെയാണ് ഈ സ്ഥലത്താണ് റൊട്ടേറ്റിംഗ് റഡാർ ഡോം, അതായത് റൊട്ടേറ്റിംഗ് റഡാർ ഡോം സ്ഥിതി ചെയ്യുന്നത്. ഈ സാധനം അത് തന്നെയാണ് പോയിട്ട് പതിച്ചത്. ഇറാൻ്റെ ആ ഒരു ലക്ഷ്യം തന്നെ വെറുതെ പോയി വീഴില്ല. അതായത് ഒരു 100 മിസൈൽ വിട്ട് കഴിഞ്ഞാൽ 50 എണ്ണം തകർത്ത ബാക്കി 50 എണ്ണം വീഴുന്നത് വീകേണ്ട സ്ഥലത്ത് തന്നെയാണ്. ഒറ്റ
ടു ദ പോയിന്റിലോട്ടാണ് വീണുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നിരീക്ഷണത്തിനും ശത്രു മിസൈലുകളെ മുൻകൂട്ടി തിരിച്ചറിയാനും സഹായിക്കുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള റഡാർ സംവിധാനത്തിനെയാണ് പൂർണ്ണമായിട്ടും ഇറാൻ ഇപ്പം തകർത്ത് കൊടുത്തിട്ടുള്ളത്. അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കംപ്ലീറ്റ്ലി തകർത്തുകൊണ്ട് ഇറാന്റെ ഈ ലക്ഷ്യം കണ്ട് അമ്പരന്നിരിക്കുകയാണ് ഇപ്പം ലോകത്തിലെ പല ആളുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അമേരിക്കയും ഈ പറഞ്ഞ ഇസ്രായേലും അന്തം വിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ അപ്പോൾ ഉള്ളത്. അതായത് യുദ്ധത്തിന് ഇറങ്ങി കുടുങ്ങിയെന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ ട്രംപ് ഉള്ളത്. പല സമയത്ത് പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി ഒരു സമാധാനത്തിന് വിളിച്ചിട്ട്, ഇറാൻ ആണെങ്കിൽ ഇന്ന് രാവിലത്തോടു കൂടി കംപ്ലീറ്റ്ലി ആ ഒരു സമാധാന ചർച്ച തന്നെ അങ്ങ് വേണ്ടാന്ന് വെച്ച്. നിങ്ങൾ ഇത് തന്നെ ഇറാൻ സ്ഥിരം പറഞ്ഞ് ഇന്ന് വ്യക്തമായിട്ട് വീണ്ടും പറഞ്ഞ് ഇപ്പൊ ഇനി അമേരിക്കക്ക് ഇറങ്ങിയേ പറ്റൂ. അമേരിക്ക ഇറങ്ങിയ അവസ്ഥയിലൊക്കെ പെട്ടിരിക്കുക. അപ്പൊ അമേരിക്ക കരയുദ്ധം അല്ലാതെ ഇപ്പം നാവിക യുദ്ധവും അതുപോലെ തന്നെ ആകാശമാർഗ യുദ്ധങ്ങളും സ്റ്റാർട്ട് ചെയ്ത്. ഇത് രണ്ടിലും ഇറാനിൽ ഒരുപാട് സ്ഥലങ്ങൾ കത്തിയമർന്നു, മരിച്ചു, സാമ്പത്തിക നഷ്ടമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതേ സ്ഥാനത്ത് അതേ അളവ് തന്നെ അമേരിക്കയിലും ഇസ്രായേലും പണി കിട്ടിക്കൊണ്ടിരിക്കുക. ഇസ്രായേലിലെ ചിത്രങ്ങളാണ് നമ്മൾ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സംഘി പറയുന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്രായേലിലെ അവിടുത്തെ മാധ്യമങ്ങൾ തന്നെ പുറത്തോട്ട് വിടുന്ന ചിത്രങ്ങളത്. ഇതേതായാലും ഇസ്രായേൽ തന്നെയാണല്ലോ. അതെ, ടെല്ലവീവും ഈ പറഞ്ഞ ജെറുസലേമും ഹൈഫയും അവിടുത്തെ മറ്റ് നഗരങ്ങളുടെ അവസ്ഥയാണിത്. കംപ്ലീറ്റ്ലി ഒരു സൈഡൊക്കെ കംപ്ലീറ്റ്ലി പൊളിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ വാനരപ്പട ഏതൊക്കെ ബങ്കറിൽ ഒളിച്ചിരുന്നിട്ട് കിട്ടുന്ന ചാൻസിൽ 1-2 റീലിടുന്നതും അതിന്റെ പുറത്തിറങ്ങിയിട്ട് വെളിച്ചം കണ്ടേ എന്നും പറഞ്ഞ് ചാടി കളിക്കുന്നതും എല്ലാം അവിടെ നടക്കുന്നത്. അവിടുത്തെ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുക. ഈ വാനരങ്ങൾ അവിടെ പോയിട്ട് ചലച്ചോണ്ടിരിക്കുന്ന അതേ സ്ഥാനത്ത് അവിടുത്തെ മറ്റ് ജനങ്ങൾ റോട്ടിലിറങ്ങി പ്രതിഷേധമാണ്, യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് റോട്ടിലിറങ്ങി അവന്മാര് പാടും തെറി പറഞ്ഞും പ്രതിഷേധം നടക്കുന്നത്. ഈ പ്രതിഷേധങ്ങൾ നിങ്ങൾ കണ്ടു നോക്കി. ഇസ്രായേലിലെ ജനാധിപത്യം തന്നെ അപകടത്തിലാണെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. അതിന് ഹംഗറി പോലുള്ള രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് പോലെ ജനാധിപത്യം തകർച്ചയിലേക്ക് പോകുന്നു എന്നാണ് ഇസ്രായേലിലെ ആളുകൾ ഇപ്പം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, യുദ്ധത്തിനെതിരെ പ്രതിഷേധിക്കാൻ പോലും പോലീസ് അനുവദിക്കാത്ത അവസ്ഥയിലുള്ള ഒരു ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങളുടെ ലംഘനമാണെന്നൊക്കെയാണ് ഇപ്പം ഇസ്രായേലികൾ തന്നെ ഇതിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ സംഘർഷം ഇറാനിൽ മാറ്റം വരുമെന്ന് തുടക്കത്തിൽ കരുതിയിരുന്നെങ്കിലും ഭരണമാറ്റം സംഭവിക്കാത്തിടത്തോളം കാലം ഇസ്രായേലുകളിൽ അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്ത ഒരു വലിയ വിഭാഗം തീവ്ര പക്ഷക്കാർ പോലും ഇപ്പം ഈ യുദ്ധത്തിനെതിരായി നിൽക്കുന്നുണ്ട്. കാരണം അവർ പോലും ഇപ്പം യുദ്ധത്തിന് ഇറങ്ങേണ്ട അവസ്ഥയാണ്, പട്ടാളക്കാരില്ല. അപ്പോൾ അവർ പോലും ഈ യുദ്ധത്തിന് ഇറങ്ങേണ്ട അവസ്ഥ ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി ആളുകൾ ഇതിനെതിരെ തിരിഞ്ഞിരിക്കും. ഇനി ഈ പ്രതിഷേധിക്കാമെന്ന ആൾക്കാരും പോലീസുകാരും തമ്മിൽ ഏറ്റുമുട്ടലും അടിയും പിടിയും അവരെ ജയിലാക്കില്ല. നമ്മൾ പറഞ്ഞു ഇറാനിലെ റെജീം ചേഞ്ച് വേണമെങ്കിൽ അവിടെ കംപ്ലീറ്റ്ലി അട്ടിമറിക്കാൻ പോയ ആൾക്കാരെ ഇറാനികൾ പിടിച്ച് ജയിലിലിട്ട് വേണ്ടവന്മാരെ ഏറ്റവും കൂടിയ ഇനത്തിനകെ തൂക്കിക്കൊന്ന സമയത്ത് അമേരിക്കക്കും ഇസ്രായേലികൾക്കും സംഘികൾക്കും അങ്ങോട്ട് കുരുപൊട്ടി അവൻ്റെയൊക്കെ അമ്മയുടെ അമ്മനെ കൊന്ന പോലെയാണ് അവൻ്റെയൊക്കെ വിചാരം. ഇപ്പം ഇസ്രായേലിൽ തന്നെ യുദ്ധത്തിനെതിരെ ആൾക്കാർ, അതായത് അവിടെ റെജീം ചേഞ്ചിനല്ല യുദ്ധത്തിനെതിരെ ആൾക്കാരെ ഇറങ്ങിയപ്പോൾ അവന്മാരെ തൂക്കി പിടിച്ച് കൊണ്ടുപോകുക ജയിലിലോട്ട്. അവന്മാർ ജയിലിൽ പോയിട്ട് എവിടെയാണ് എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥ. ഇസ്രായേലികളുടെ ഉള്ളിലെ അവസ്ഥയാണ്. എന്തേ നിങ്ങൾക്ക് ആർക്കും കുരു പൊട്ടുന്നില്ലേ? സംഖ്യ നിന്റെ മൂട്ടിലെ അണ്ടി പൊട്ടുന്നില്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ല അയ്യോ ഇസ്രായേൽ ഞങ്ങളുടെ അച്ഛൻ്റെ ബാക്കി മക്കള് അങ്ങനെയുള്ള നിന്റെയൊക്കെ തന്തയുള്ള ഇസ്രായേൽ ഞങ്ങളുടെ തന്തയുടെ ബാക്കി മക്കൾ അതാ അവിടുത്തെ പോലീസുകാർ യുദ്ധത്തിനെതിരെ പറഞ്ഞതിന് പോലീസ് പിടിക്കുന്നേ എന്തേ നിനക്ക് ഇവിടുന്ന് പൊളയണില്ലേ? നീയൊക്കെ പൊളയടാ പോസ്റ്റ് ഒരു 6 മക്കളും പോസ്റ്റ് ഇടൂല. അത് കാര്യം അതാണ് ഇതിന്റെ ഒരു ബേസിക് എന്ന് പറഞ്ഞത്. ഇവന് 4 മുസ്ലിങ്ങൾ ചാവാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയണമുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ് ഈ 9 മക്കൾ ഇങ്ങനത്തെ വർത്താനം പറയുന്നത്, വേറെ ഒന്നുമില്ല. പിന്നെ ഇത് കേൾക്കണതിൻ്റെ ഇടയ്ക്ക് ഞാൻ അറിയാണ്ട് കുറച്ച് തെറി വാക്ക് പറയണം. ഇവന്മാരെ വിളിക്കാൻ പറ്റുന്ന ഏറ്റവും മിനിമം വേടി ഇങ്ങനത്തെ നായി പട്ടി ചെറ്റ അതൊക്കെയാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് വിളിക്കാന്ന് പറയുന്നത് ഇത് യൂട്യൂബ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടോ ഞാൻ ഇത്ര മിനിമലി വിളിക്കുന്നത്. ഇപ്പം അല്ലെങ്കിൽ പരത്തേറിയവന്മാരെ വിളിക്കുള്ളൂ. നമ്മൾ വാക്ക് ശുദ്ധീകരിക്കും, നമ്മൾ അങ്ങനെയാണ്, അതൊക്കെ സത്യമാണ്. പക്ഷേ ഉണ്ടല്ലോ, നമ്മളൊരു പട്ടിനെ കണ്ട പട്ടി എന്നല്ലേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ഒരു പട്ടിനെ കണ്ട എന്ത് നല്ല മനുഷ്യൻ നമ്മൾ പറയുമല്ല. അത്ര ചിന്തിച്ചാൽ മതി നിങ്ങൾ. അപ്പം ഇമാതിരി ഡാഷ് മക്കളെ കണ്ടു കഴിഞ്ഞാൽ ആ ഡാഷ് പേര് കൂട്ടിയെ വിളിക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പം ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഏതാണെങ്കിലും നിങ്ങൾ ഈ സൈഡിൽ കാണുന്നതാ ഈ ചിത്രങ്ങൾ നോക്കി. ഇത് അമേരിക്കയുടെ ഓരോ സിറ്റികളിലും ഈ യുദ്ധത്തിനെതിരെ നടക്കുന്ന പ്രതിഷേധം. അത് അമേരിക്കയിലെ ടാക്സസിലും അമേരിക്കയിലെ വാഷിങ്ടണിലും അമേരിക്കയിലെ ന്യൂയോർക്കിലും അതുപോലെ തന്നെ മിനിപ്പോളിസിലൊക്കെ നടക്കുന്ന പ്രൊട്ടസ്റ്റുകളുടെ ഫോട്ടോസാണിത്. ഇതൊന്നും AI ക്രിയേറ്റഡ് അല്ല. അവിടെ നടന്ന ഫോട്ടോസ് ഇന്റർനാഷണൽ മാധ്യമങ്ങളുണ്ട്. ജനൻ ടിവിയും മലൻ ടിവിയും മൈര ടിവിയും എല്ലാം അവിടെ വേറെ ഒരുപാട് ടിവികൾ വേറെ ഉണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് പഠിക്കുക. എന്താണ് യുദ്ധത്തിന്റെ അവസ്ഥ, ഏത് രീതിയിൽ ആൾക്കാർ ഇതിനെ സംസാരിക്കുന്നത് എന്നുള്ളത് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി. ഇതാണ് ഇപ്പോൾ യുദ്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുമായി ഹൂത്തികളായി, ഹിസ്ബുള്ളായി, ഇറാനികളായി, ഗൾഫ് രാജ്യങ്ങൾ മൊത്തത്തിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കത്തിയതാണ്. ഇന്ന് കുവൈറ്റിലെ എയർപോർട്ടിലെ ഇന്നലത്തെ ഇതുവരെ കത്ത് നിന്നിട്ടില്ല, എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുക. അവിടെ അൽദഫ്രയിലും അബുദാബിയിലും എവിടെയൊക്കെ വിൽക്കാൻ പറ്റും അവിടെയൊക്കെ വിൽക്കുന്നുണ്ട്. പെട്ടിരിക്കുകയാണ് അറബികളടക്കം. ഷെയ്ക്കുകൾ വരെ ഷെയ്ക്കിക്കൊണ്ടിരിക്കുക മൊത്തത്തിൽ. എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാണ്ട്. ഇതൊക്കെയാണ് യുദ്ധത്തിന്റെ കുറച്ച് അപ്ഡേറ്റുകൾ പറയാനുള്ളത്. നമ്മൾ ചെറിയ സെറ്റപ്പുകളിലൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് വീഡിയോ ചെയ്യാനും നമ്മളെ പഴയ സ്റ്റുഡിയോ എന്നൊക്കെ മാറി പുതിയ സ്റ്റുഡിയോയിലോട്ടൊക്കെ വന്ന് ഇരുന്നതുകൊണ്ടുള്ള ചില ഓൺ വർക്കാണ്. അപ്പം മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്ത് കാണുക. അതും പൈസ ചിലവില്ലാത്ത പരിപാടികളാണ്, ഒക്കെ ചെയ്തിട്ട് കാണുക. മാക്സിമം ഒന്നുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാണ്ട് എല്ലാ കാര്യങ്ങളും അതിന് വേണ്ടിയിട്ടാണ്. അപ്പം പുതിയ അപ്ഡേറ്റുകൾ പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ശരി.